ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ലൈഫ് സെൻറ്റൻസ് എന്ന് പറയുന്ന ജീറ്റ് തൈലിൻ്റെ ഒരു പോയമാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ പോയറ്റാണ്, അതിനുപരി ഒരു നോവലിസ്റ്റും കൂടിയാണ്. ഈ ഒരു പോയത്തിൻ്റെ സ്പീക്കർ പോയറ്റ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ മരണത്തിന് ശേഷമാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ഈ ഒരു പോമിൽ ഗോസ്റ്റിൻ്റെ റെഫറൻസ് കാണാൻ നമുക്ക് സാധിക്കും. ആ ഒരു ഗോസ്റ്റ് അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ വൈഫാകാം. വൈഫ് മരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു വൈഫിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. ആ ഒരു ഗിൽറ്റും ആവാം. അദ്ദേഹം ഈ ഒരു പോമിലൂടെ വൈഫിൻ്റെ റെഫറൻസിലൂടെ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ആ ഒരു ഗിൽറ്റും ആവാം. സോ നമുക്ക് ഈ രണ്ട് രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗോസ്റ്റിൻ്റെ റെഫറൻസോട് കൂടെയാണ്. അതായത് ആ ഒരു ഗോസ്റ്റ് ആണെങ്കിൽ തിരിച്ച് ഹ്യൂമൻ ബോഡിയിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു ഗോസ്റ്റിന് കഴിയുന്നില്ല. എന്തുകൊണ്ടാവും ആ ഒരു ഗോസ്റ്റിന് ഹ്യൂമൻ ബോഡിയിൽ തിരിച്ചു കയറാൻ കഴിയാത്തത്, അല്ലെങ്കിൽ തിരിച്ചു കയറാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഗോസ്റ്റിന് അൺഫുൾഫിൽഡായ ഡ്രീംസോ അതല്ലെങ്കിൽ ആഗ്രഹങ്ങളോ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതാണ് വീണ്ടും ആ ഒരു ഗോസ്റ്റ് എന്താക്കുന്നത്, ഒരു ഹ്യൂമൻ ബോഡിയിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരുപാട് ടൈം ആ ഒരു ഗോസ്റ്റ് ശ്രമിക്കുന്നുണ്ട് ആ ഒരു ഹ്യൂമൻ ബോഡിയിൽ തിരിച്ചു കയറാൻ, ബട്ട് ഗോസ്റ്റിന് എന്താക്കുന്നില്ല, അതിന് സാധിക്കുന്നില്ല. ഈ ഒരു രീതി നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു രീതി എന്ന് പറയുന്നത് ഹിന്ദു കൾച്ചർ പ്രകാരം ഈ മരണത്തിന് ശേഷം നമ്മൾ എന്താക്കുന്നുണ്ട്, ബോഡി കത്തിച്ച് കളയുന്നത് നമ്മൾ കാണാറുണ്ട്. ആ ഒരു ബോഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടാവാം ആ ഒരു ഗോസ്റ്റിന് ബോഡിയിൽ കയറാൻ കഴിയാത്തത്. ഈ രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്നത്, ഈ ഒരു പേഴ്സൺ മരിച്ചിട്ട് അവരുടെ ഫ്രണ്ട്സ് ആകട്ടെ, കൂടെയുള്ള റിലേറ്റീവ്സ് ആവട്ടെ, ആരും അവരെ പറ്റി സംസാരിക്കുന്നില്ല, ഓർക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. ആ ഒരു സോൾ നിൽക്കുന്ന പ്ലേസിൽ യാതൊരു സൗണ്ടും കേൾക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. സോ ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെയും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. എത്ര ക്ലോസ് ആയിട്ടുള്ള ആളുകൾ മരിച്ചാലും ഒരു വ്യക്തിയെ ഓർത്ത് വിലപിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് എന്ന് നാം എന്താക്കണം, മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു പേഴ്സൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്തിട്ട് എന്താക്കുന്നില്ല, നമ്മൾ വിലപിക്കാറില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ആ ഒരു പേഴ്സൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കാണും, എന്നാൽ നമ്മൾ പിന്നീട് അതെന്താക്കുന്നില്ല, ഓർത്ത് വിലപിക്കുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫിലേക്കാണ് പോകുന്നത്. നമ്മളെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ എന്താക്കും, നമ്മൾ പോകും, നമ്മൾ പിന്നെ എന്താക്കുന്നില്ല, അവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് പോയിട്ട് പറയുന്നുണ്ട്, ഈ ഒരു മരിച്ച ആളെ പറ്റിയുള്ള ഓർമ്മകളും അവരുടെ പേര് പോലും നമ്മൾ എന്താക്കാറുണ്ട്, മറന്നു പോകാറുണ്ട്. നമ്മളുടെ കാര്യങ്ങൾ നോക്കി നമ്മളങ്ങനെ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിലെ ആവശ്യങ്ങളെയാണ് നമ്മൾ എന്താക്കുന്നത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു മനുഷ്യന് വേണ്ടി നമ്മൾ എന്താക്കുന്നില്ല, വിലപിക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കുന്നില്ല. ആ ഒരു മനുഷ്യൻ, ആ ഒരു പേഴ്സണെ പറ്റി നമ്മൾ എന്താക്കുന്നില്ല, നമ്മൾ ഓർക്കാൻ പോലും നമ്മൾ തയ്യാറാകുന്നില്ല. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിൽ നിന്ന് ആ ഒരു മരിച്ച നമ്മുടെ ഫ്രണ്ടായ അല്ലെ ക്ലോസ് ആയ ആൾ പോലും നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് എന്താക്കുന്നത് പോയിട്ട് പറയുന്നത്. ഇങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സ് എന്നും പോയിട്ട് എന്താക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ ഒരു പോയം നമുക്ക് എങ്ങനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. പോയം എഴുതുമ്പോൾ പോയിറ്റിൻ്റെ വൈഫ് ജീവിച്ചിരിപ്പില്ല, മാത്രമല്ല വൈഫ് മരിക്കുന്ന സമയത്ത് പോയിട്ട് അടുത്തില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗിൽറ്റാവാം ഈ ഒരു പോം ഇവിടെ പോർട്രേ ചെയ്യുന്നത് എന്ന് ഈ ഒരു പോയറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ അതുമാത്രമല്ല, ഒരു മെറ്റീരിയൽ പ്ലഷറിൻ്റെ ഭാഗമായിട്ടാവാം അദ്ദേഹം അന്നവിടെ ഇല്ലാതിരുന്നത് എന്നും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു മരിച്ച പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ മരിച്ച പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പേർപ്പസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു പേർപ്പസും ഇല്ലാത്ത ലൈഫാണ് ലീഡ് ചെയ്യുന്നത് എന്നും പോയറ്റ് എന്താക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഒരു മെറ്റലിസ്റ്റിക് പ്ലഷറിലോട്ട് പോവുകയാണ് എന്നുള്ള കുറ്റബോധവും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് ഈ ഒരു പോം എന്താക്കുന്നത്, ഇവിടെ എൻഡ് ചെയ്യുന്നത്. ഈ ഒരു പോമിൻ്റെ തീം എന്ന് പറയുന്നത്, ഫസ്റ്റ് തീം ഗിൽറ്റാണ്, രണ്ടാമത്തെ തീം സാഡ്നെസ് ആണ്, മൂന്നാമത്തെ തീം നീഡ് ഫോർ ലവ് ആൻഡ് പേർപ്പസ് ആണ്, നാലാമത്തെ തീം ഡിസയർ ടു ലവ് വൺ സെൽഫ് ടു മെറ്റലിസ്റ്റിക് പ്ലഷർ. അതാണ് ഇതിലെ മെയിനായിട്ടുള്ള 4 തീമുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു പോം അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിർബന്ധമായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ വീഡിയോസ് നിങ്ങളെ യൂട്യൂബിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.